വെൽക്കം ടു FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം. ഞാൻ RJ ദേവ്ന എസ് കൃഷ്ണൻ, 7th D. കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ശാസ്ത്രമേളയിൽ എല്ലാവരും പങ്കെടുത്തോ? ഇന്ന് നടന്ന മാത്സ് ഫെയർ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളിൽ എത്ര പേർ പങ്കെടുത്തു? കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏതു തീയതിയാണ് സെപ്റ്റംബർ 11? സെപ്റ്റംബർ 11 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ചിക്കാഗോ പ്രസംഗം നടന്ന ദിവസം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങിയ ഒരു പ്രസംഗം ലോക ചരിത്രത്തിൽ ഇടം നേടിയ ദിനം. ആരായിരുന്നു ആ പ്രസംഗം നടത്തിയത്? മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദൻ. നിങ്ങൾക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ മഹാനായ സന്യാസിയും ചിന്തകനുമാണ്. കൽക്കത്തയിൽ നരേന്ദ്രനാഥ് ദത്തായി ജനിച്ച അദ്ദേഹം ബാല്യകാലം മുതൽ ജിജ്ഞാശീലനും ധൈര്യശാലിയുമായിരുന്നു. ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ നിന്ന് ആത്മീയബോധം നേടി. 1893 അമേരിക്കയിലെ ചിക്കാഗോ വേൾഡ് റിലീജിയൻസ് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം അദ്ദേഹത്തെ ലോകമെമ്പാടും പ്രശസ്തനാക്കി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന വാക്കുകളാൽ ആരംഭിച്ച ആ പ്രസംഗം ഭാരതത്തിൻ്റെ ആത്മീയ സന്ദേശം ലോകത്തിനു മുന്നിൽ നൽകി. അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച് വിദ്യാഭ്യാസം, സേവനം, ആത്മീയബോധം എന്നിവ പ്രചരിപ്പിച്ചു. യുവജനങ്ങൾക്ക് ആത്മവിശ്വാസം, ദേശസ്നേഹം, സേവാഭാവം എന്നിവയാണ് അദ്ദേഹം നൽകിയ പ്രധാന സന്ദേശങ്ങൾ. 1902 വെറും 39 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വിവേകാനന്ദൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം, ആത്മവിശ്വാസം, സേവാഭാവം, ആത്മീയ ജ്ഞാനം എന്നിവയിലൂടെ ജീവിതം മഹത്തായതാക്കാം എന്നതാണ്. കൂട്ടുകാരെ, നമ്മളോട് കഥ പറയാൻ 7th Cയിലെ ഫെല്ല ഫിറോസ് തയ്യാറാണ്. കേട്ടാലോ? ചെറിയ വിത്തിന്റെ സ്വപ്നം. ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു കർഷകനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വയലിൽ ജോലി ചെയ്യുമ്പോൾ ചെറിയൊരു വിത്ത് മണ്ണിൽ വീണു. ആ വിത്ത് വളരെ സന്തോഷത്തോടെ സ്വപ്നം കണ്ടു. ഒരു ദിവസം ഞാൻ വലിയ വൃക്ഷമായി വളരും, പക്ഷികൾക്ക് തണലും കുട്ടികൾക്ക് കളിസ്ഥലവുമാകാം. അടുത്ത ദിവസം മഴ പെയ്തു. വിത്ത് മുളച്ചു തുടങ്ങി. പക്ഷെ അടുത്തിരുന്ന പുല്ലുകൾ പരിഹസിച്ചു. അയ്യോ, നീയോ? നിന്നിൽ നിന്ന് എന്ത് വലിയ കാര്യമുണ്ടാകും? വിത്ത് അവയുടെ വാക്കുകൾ കേട്ടപ്പോൾ അല്പം ദുഃഖമായി. പക്ഷേ അത് വിട്ടുനിന്നില്ല. എനിക്ക് കഴിയുന്നതുവരെ ഞാൻ വളരാം എന്നത് ഉറച്ചു. കാലം കടന്നു. വിത്ത് പതിയെ വലിയ വൃക്ഷമായി. വേനൽക്കാലത്ത് ആളുകൾ വന്നു അതിൻ്റെ തണലിൽ വിശ്രമിച്ചു. കുട്ടികൾ അതിൻ്റെ കൊമ്പുകളിൽ ചാടിക്കളിച്ചു. പക്ഷികൾ കൂടുകൂട്ടി. പിന്നീട് അതേ പുല്ലുകൾ പറഞ്ഞു, അന്ന് നിന്നെ ഞങ്ങൾ കളിയാക്കി, പക്ഷെ നീ ഇന്ന് ഗ്രാമത്തിന് തണൽ തന്നിരിക്കുന്നു. ആരും ചെറിയവരല്ല. ഈ കഥയുടെ ഗുണപാഠം: മറ്റുള്ളവർ പരിഹസിച്ചാലും സ്വപ്നം വിട്ടുകൊടുക്കരുത്. സഹിഷ്ണുതയും പരിശ്രമവും ഉണ്ടെങ്കിൽ ചെറുതും മഹത്തായി തീരും. നന്ദി. കൂട്ടുകാരെ, ഇനി കേൾക്കാം, അറിയാം, കറന്റ് ക്ലിക്സ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. സുരക്ഷിത വിനോദസഞ്ചാരത്തിനായി കേരളം ആരംഭിക്കുന്ന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബയോ ബൈബിൾ. കൂട്ടുകാരെ, കറന്റ് ക്ലിക്സ് ശ്രദ്ധിച്ച് കേട്ടല്ലോ. കേൾവിയുടെ വിസ്മയമൊരുക്കി, പറയാൻ അവസരങ്ങളൊരുക്കി FM മെഡോണ നിങ്ങളോടൊപ്പം ഉണ്ടാവും. വീണ്ടും കേൾക്കുന്നത് വരെ ദിസ് ഈസ് RJ ദേവ്ന സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം.